വിരമിച്ച എഞ്ചിനീയറായ മാധവൻ തന്റെ ഗതകാല പ്രതാപങ്ങളുമായി പൊരുത്തപ്പെടാൻ പാടുപെടുകയാണ്. തന്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടുന്നത്. ശങ്കുണ്ണിയാകട്ടെ വർഷങ്ങളായി ഒരേ തുണ്ട് ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കൗശലക്കാരനും മിടുക്കനുമാണ്. പരസ്പരം മറികടക്കാനും ഭൂമിയുടെ നിയന്ത്രണം നേടാനും ശ്രമിക്കുമ്പോൾ ഇരുവരും ഹാസ്യപരവും അസംബന്ധവുമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയിൽ ഏർപ്പെടുന്നു. അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഗ്രാമവാസികളും ഉൾപ്പെടെ നിരവധി വർണ്ണാഭമായ കഥാപാത്രങ്ങളെ അവർ കണ്ടുമുട്ടുന്നു. ഒരു തുണ്ട് ഭൂമിയെച്ചൊല്ലി ശങ്കുണ്ണിയും മാധവനും തമ്മിലുള്ള 30 വർഷം നീണ്ട നിയമയുദ്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുർബലമായ പുരുഷ അഹങ്കാരത്തിന്റെ ആക്ഷേപഹാസ്യമാണ് സിനിമ. സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ എന്നിവരുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിന്റേത്. വിനായകൻ പ്രത്യേകിച്ച് മാധവൻ എന്ന റിട്ടയേർഡ് എഞ്ചിനീയറായി തന്റെ ഭൂതകാല പ്രതാപങ്ങളിൽ മുറുകെ പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിത്രീകരണം ഹാസ്യാത്മകവും ഹൃദ്യവുമാണ്. ഇത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തോട് സഹാനുഭൂതി കാണിക്കുന്നത് എളുപ്പമാക്കുന്നു. മറുവശത്ത് സുരാജ് വെഞ്ഞാറമൂട് തന്റെ ശങ്കുണ്ണി എന്ന കഥാപാത്രത്തിന് നർമ്മത്തതിന്റെ സമതുലിതാവസ്ഥ നൽകുന്നു. കഥ വികസിക്കുമ്പോൾ മാധവനും ശങ്കുണ്ണിയും തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിക്കുന്നു. ഇത് ഉല്ലാസകരവും അപ്രതീക്ഷിതവുമായ അനന്തരഫലങ്ങളിലേക്ക് നയിക്കുന്നു. ആദ്യ പകുതിയുടെ രസകരം നിലനിർത്താൻ കഴിയാതെ സിനിമ അതിന്റെ അവസാന പകുതിയിൽ തളർന്നു പോകുന്നു. എന്റെ റേറ്റിംഗുകൾ 10-ൽ 7 ആമസോൺ പ്രൈമിൽ 2024 ഈ ചിത്രം തേക്കു വടക്ക് ആസ്വദിക്കൂ. കൂടുതൽ സിനിമ നിർദ്ദേശങ്ങൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.